അച്ചാറുകൾ ഇഷ്ടമില്ലാത്ത ആരാ ഉള്ളതല്ലേ? അപ്പോൾ നമുക്ക് അടിപൊളി ഒരു മാങ്ങച്ചാർ റെസിപ്പി കണ്ടാലോ? ഇത് ഞങ്ങൾ പുറത്ത് പോയിട്ട് വന്നപ്പോൾ മേടിച്ചിട്ട് വന്നിട്ടുള്ള മാങ്ങയാണ് കേട്ടോ. അത് നല്ല വലിയ പീസായിട്ട് ആദ്യം കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം വീണ്ടും ആ പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യുക. എന്നിട്ട് അടിഭാഗം നല്ല ഹോള് വരുന്നതോ അല്ലെങ്കിൽ ഒരു വട്ടിക്കകത്തോ ഈ മാങ്ങയെല്ലാം ഇട്ടതിന് ശേഷം അടിയിൽ ഒരു പാത്രം കൂടെ വെച്ച് നൈറ്റ് ഫുള്ള് വച്ചേക്കണം കേട്ടോ. അപ്പോൾ രാവിലെ ഇതാകുമ്പോൾ ഇതുപോലെ കുറച്ച് വെള്ളം അതിനകത്തുനിന്ന് ഊറി വരും. ഈ വെള്ളം നമുക്ക് ആവശ്യമാണ്. നമ്മൾ വേറെ അഡീഷണൽ വെള്ളമൊന്നും ഈ അച്ചാറിലേക്ക് ചേർക്കുന്നില്ല. പിന്നെ ഇതേ ഒരു മുറത്തിനകത്ത് ഈ മാങ്ങ എല്ലാം നിരത്തി നമ്മൾ വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒരു കളറാവും കേട്ടോ അതിൻ്റെ ആ പുറത്തെ തോടിന്. എന്നിട്ട് നമ്മൾ ഇതുപോലെ അച്ചാർ ഇടേണ്ട ഒരു പാത്രം എടുക്കുക. അതിനകത്തേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്, വെളിച്ചെണ്ണ അല്ല. നല്ലെണ്ണ ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിന് കടുക് ഇടുക. കടുക് പൊട്ടി വരുമ്പം അതിനകത്തേക്ക് നമ്മൾ വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി ഇത്തരം കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് ഇതിൻ്റെ ഒന്ന് വാടി വരുന്ന സമയത്ത് നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടി, ഉപ്പ് എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഉള്ള ഉലുവാപ്പൊടിയും കുറച്ച് കായ്പ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് തിളച്ച് വരുമ്പോഴത്തേക്കും ഇതിനകത്തേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഉണക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മാങ്ങയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്യുക. എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ സംഭവം. നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട.